എല്ലാവർക്കും കവിതാമൊഴിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം. ഞാൻ മയക്കുമരുന്നിനെ വെറുക്കുന്നു എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 2000 വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് മാതൃഭൂമി പത്രത്തിൽ കണ്ട ആകാശക്കാഴ്ചയാണ് ഇന്ന് ഇങ്ങനെ ഒരു കവിത ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. മാനവ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രഹരശേഷിയേറിയതും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം. ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും ഉറ്റ ചങ്ങാതിയായും ഉന്മേഷത്തോടെ പടികയറി വരുന്ന ലഹരി മരുന്ന് ഏത് വിധേനയായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോഴനും പിന്നീട് സന്തത സഹചാരിയും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിനുള്ളത്. മയക്കുമരുന്നിൻ്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ കടൽ കിഴവൻ്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഒരു കടൽ തീരത്ത് ഒരു വൃദ്ധൻ അവശനായ രീതിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് താങ്ങിയെടുത്ത് ചുമലിലേറ്റി അല്പം തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷേ മറ്റൊരാളുടെ ചുമലിൽ ഏറിയ ആ കിഴവൻ തന്നെ ചുമലിലേറ്റിയ ആൾ അവശനായി തീരുന്നത് വരെ ആ ചുമലിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കുകയില്ല. ഇതാണ് കടൽ കിഴവൻ്റെ കഥ. ഇതുപോലെ തന്നെയാണ് മയക്കുമരുന്നിൻ്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ, കടൽ കിഴവൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും. ഒരു പ്രാവശ്യം രുചിച്ച് നോക്കിയാൽ പിന്നെ രക്ഷപ്പെടുക അസാധ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാക്കുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും അതിൻ്റെ പരിണതഫലം എല്ലാവരിലും മിക്കവാറും ഒന്ന് തന്നെയായിരിക്കും. ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും സുഖവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും. പിന്നെ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വന്നു ചേരുന്നു. ലഹരിക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരുന്നു. അപ്പോൾ അതിന് കുറുക്ക് വഴികൾ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും ഒരു തലവേദനയായി മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ബാക്കിപത്രം എന്ന് പറയുന്നത് നിരാശ, ഏകാന്തത, മാനസിക പിരിമുറുക്കം, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക വിഭ്രാന്തി എന്നിവയൊക്കെയാണ്. ഈ പ്രശ്നങ്ങൾ ഇത്തരം ആളുകളെ നിഷ്ക്രിയരും നിർജീവരുമാക്കി തീർക്കുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നട്ടെല്ലായി തീരേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ബാധ്യതയായി തീരുന്നു. ലഹരി ഒരു മഹാവിപത്താണ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവ്യാധിയാണ്. ബാധിക്കുന്നതാകട്ടെ നാടിൻ്റെ സമ്പത്തിനെയും കുടുംബത്തിൻ്റെ അടിത്തറയെയും രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലായ കൗമാരത്തെയും യൗവനത്തെയുമാണ്. കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ പോലെ നമ്മുടെ പുതുതലമുറയെ ഒന്നായി വിഴുങ്ങാൻ വായ് പിളർന്നടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം. ഉറച്ച തീരുമാനവും വ്യക്തമായ പദ്ധതികളും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും ഒരു രക്ഷാവലയം തീർത്തുകൊണ്ട് ഉറക്കെ പാടാം. ശിരസ്സുയർത്തി
ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പെടില്ലൊരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ. വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്ത് പോലും പോകരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്ത് പോലും പോകരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പെടില്ലൊരു നാളും നാം. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ കരുത്തരായി വളർന്നെന്നും. പിറന്ന നാടിന് തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ. കരൾ തകർന്നും കണ്ണ് കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും. അതിന് നമ്മളെടുക്കണമെന്നീ പ്രതിജ്ഞ, ലഹരികളരുതരുതേ. അതിന് നമ്മളെടുക്കണമെന്നീ പ്രതിജ്ഞ, ലഹരികളരുതരുതേ. പ്രതിജ്ഞ, ലഹരികളരുതരുതേ.